ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാറ്റപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 18-ാമത്തെ വാക്യം. ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു, ഭാവിക്കുമോ. ഈ ഒരു പ്രമാണി ആ ക്രിസ്തുവിനോട് വന്ന് ചോദിക്കുന്ന ആ ചോദ്യം, നിത്യജീവനെ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം? ആ ചോദ്യത്തിന് തൊട്ട് മുൻപാണ് ക്രിസ്തു പറയുന്നത്, സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ശിശുവിനെ പോലെ ദൈവരാജ്യം സ്വീകരിക്കാത്തവൻ അതിൽ പ്രവേശിക്കുകയില്ല എന്ന്. ഇത് പറഞ്ഞതിന് തൊട്ടടുത്താണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ യേശുവുമായുള്ള ഈ ഒരു അധികാരിയുടെ ഇടപെടൽ രേഖപ്പെടുത്തുന്നത്. ഈ മനുഷ്യൻ ഒരു പ്രമാണിയും സമ്പന്നനും ദൈവഭക്തനുമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നത്, അവൻ വളരെ ചെറുപ്പമായിരുന്നെന്നും ദൈവം തൻ്റെ അനുസരണത്തിനായി തൻ്റെ ജനങ്ങളുടെ നന്മയ്ക്കായി തൻ്റെ വിശ്വാസികളുടെ നന്മയ്ക്കായി ഭൗമിക നിധികൾ ധാരാളം സമ്മാനിച്ച ഒരു ധനികനായ യഹൂദൻ. അവൻ സ്വർഗീയ പ്രതിഫലങ്ങളും ആസ്വദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിത്യജീവനെ അവകാശമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ചെറുപ്പക്കാരൻ അതിനുള്ള വഴി എന്താണ് എന്നറിയുവാനാണ് നല്ലവനായ ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നത്. ഈ മനുഷ്യൻ വന്നത് യേശുവിനെ പരീക്ഷിക്കാനല്ല, മറിച്ച് ഒരു നല്ല അധ്യാപകനേക്കാൾ കൂടുതലായി താൻ കരുതുന്ന, താൻ വിശ്വസിക്കുന്ന ഒരു ഗുരുവിൽ നിന്നും, നല്ല ഗുരുവിൽ നിന്നും ഉപദേശം തേടാനായിട്ടാണ് ഈ ഭരണാധികാരി വന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഭരണാധികാരി എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന് യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ നമുക്കറിയാം, അദ്ദേഹം ഒരു പുരോഹിതനോ ഒരു സിനഗോഗ് നേതാവോ ഒന്നുമല്ല. ഒരുപക്ഷെ ഒരു സിവിൽ നേതാവാകാം. അവൻ്റെ ചോദ്യത്തിൻ്റെ സ്വരത്തിൽ നിന്നും അവൻ്റെ പിന്നീടുള്ള പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, മത പണ്ഡിതർ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ക്രിസ്തുവിനെ കുടുക്കുവാൻ, ക്രിസ്തുവിനെ ഉത്തരം മുട്ടിക്കുവാനായി അവർ പല സമയങ്ങളിലും ശ്രമിക്കുന്നത് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. എന്നാൽ ഈ മനുഷ്യൻ, ഈ പ്രമാണി, അധികാരി, അവൻ ശരിക്കും അറിയാൻ ആഗ്രഹിച്ചിട്ടാണ് യേശുവിൻ്റെ അടുത്ത് വരുന്നത്. നിത്യജീവൻ പ്രാപിക്കുവാൻ നല്ല ഗുരു, ഞാൻ എന്ത് ചെയ്യണം? നമ്മൾ ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ഉത്തരം, ആ ഉത്തരത്തിനായി നമുക്ക് കാതോർക്കാം. നല്ലൊരു ദിവസം നേരട്ടെ.